ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. പുട്ട്. അതെന്ത് പുട്ട്? നമ്മുടെ ഓട്സ് പുട്ട്. ഞാൻ ഇങ്ങനെ അളവിലാണ് കേട്ടോ ഓട്സ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ രണ്ടാമത്തെ ജാറിലിട്ടിട്ട് ചില തരികളോട് കൂടിയാണ് കേട്ടോ ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്നത്. ചിലവർക്കിത് വറുത്ത് പൊടിക്കുന്നതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കൂടുതൽ ഇഷ്ടം. അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യും. ഇനി നമ്മുടെ നെക്സ്റ്റ് ഐറ്റം ക്യാരറ്റാണ് കേട്ടോ. അപ്പം നമുക്ക് ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചെറുതായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഞാൻ ഓട്സ് പൊടിച്ച അതേ മിക്സിയുടെ ജാർ തന്നെയാണ് കേട്ടോ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ പുട്ടുപൊടി, ക്യാരറ്റ് ഇത് രണ്ടും കൂടെ തേങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എങ്ങനെ നമ്മൾ പുട്ടുപൊടി നനയ്ക്കുന്നോ അതുപോലെ തന്നെ വെള്ളം ചേർത്ത് വേണം കേട്ടോ ഇത് റെഡിയാക്കി എടുക്കാൻ. ആവശ്യത്തിന് ഉപ്പും പഞ്ചസാരയും നമുക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക്, അതായത് ഇതൊരു ഡയറ്റായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പഞ്ചസാര ചേർത്താൽ വേറെ ടേസ്റ്റ് കിട്ടും. അപ്പം നമ്മുടെ പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊരു 5 to 10 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ നമ്മളൊരു എക്സ്ട്രാ സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഒരു 5 to 10 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു സോഫ്റ്റ്നെസ് ഈ പുട്ടുപൊടിക്ക് തന്നെ ഉണ്ട്. അപ്പം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഈ ഒരു പുട്ടുകുടമായിട്ടോ എടുത്തിരിക്കുന്നത്. പുട്ടുണ്ടാക്കാം വെള്ളപ്പൊടി മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാൻ പുട്ട് ഓൾറെഡി തേങ്ങാപ്പീരയും കൂടെ കൂട്ടി ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കൊരു 5 to 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. നല്ല ആവിയൊക്കെ കൊണ്ട് നമ്മുടെ പുട്ടുകുട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുട്ട് പ്രേമികൾക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അപ്പം നല്ല സോഫ്റ്റാണ്, നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ്. എന്താണേലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. അപ്പം ഞാനിത് കോംബോ ആക്കി ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ എടുത്തിരിക്കുന്നത് ഇറച്ചിക്കറിയും പിന്നെ നമ്മുടെ പഴവുമാണ്. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. നമ്മുടെ സാധാരണ പുട്ട് തോറ്റും അതേ അത്രയ്ക്ക് സോഫ്റ്റ്നെസ്സാണ്. അപ്പം എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും ചെയ്തിട്ട് ഇവിടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യേണ്ട കേട്ടോ. ഈസി അല്ലേ?